ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം ശ്രീനിവാസ സാറിനെ കാണാൻ വരികയാണ്. അപ്പോൾ ശ്രീനിവാസ സാറ് പറയുന്നുണ്ട്, നിന്നെ കുറേ വിളിച്ചല്ലോ, റേഞ്ചിലുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. ഞാൻ ചേട്ടൻ്റെ മകളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയായിരുന്നു. ഒറ്റയ്ക്കോ? അല്ല, വേദയുണ്ടായിരുന്നു. ആഹാ, നീ ഒരു ഗൃഹസ്ഥനായി മാറി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. വിക്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ശ്രീനിവാസ സാറ് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നീ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യത്തിൽ പിണങ്ങി നടക്കാമെന്ന്. അങ്ങനെയൊക്കെ പിണങ്ങി മാറി നിൽക്കാൻ എനിക്ക് പറ്റുമോ? എന്തായാലും താൻ ഇരിക്കുകയെന്ന് പറയുമ്പോൾ ഇരിക്കാൻ കൂട്ടാക്കില്ല കേട്ടോ. താൻ ഇരിക്കടോ, ഇങ്ങനെ മാറി നിന്നിട്ടൊരു കാര്യമില്ല. ഇനി ഒപ്പത്തിനൊപ്പം ഇരുന്ന് സംസാരിക്കേണ്ട സമയമായി. അത് യൂത്ത് വിങ് സെക്രട്ടറിമാരാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സാർ എന്തേ പറയുന്നത്? തന്നെ യൂത്ത് വിങ്ങിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നു. സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണ് എന്ന് പറയാം കേട്ടോ. ഇനി എന്തായാലും കാര്യങ്ങളൊക്കെ താൻ നോക്കി നടത്തണം. എന്നെ സഖാവെന്ന് വേണം വിളിക്കാമെന്നൊക്കെ പറയുകയാണേ. എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ ഡൽഹിക്ക് പോകും, ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് താനാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ സാറേ, അതൊക്കെ എനിക്ക് ചേരില്ല സാറേ, എനിക്കതൊന്നും പറ്റൂല എന്ന് പറയും. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, താൻ അതൊക്കെ ചെയ്യണമെന്ന് ശ്രീനിവാസ സാറ് പറയുകയാണേ. പിന്നീട് കാണിക്കുന്നത് മാഷ് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കമലാമ്മ ഓടി വന്നിട്ട് പറയാണ്, മാഷി അപ്പുമോൾ വന്ന്. ആര് എന്ന് ചോദിക്കാൻ കേട്ടോ. അർപ്പിത, നമ്മുടെ അപ്പുമോള്. നേരം മാഷ് ചോദിക്കുകയാണ്, അപ്പുമോൾ വന്നോ? ആര് പോയി കൂട്ടിക്കൊണ്ട് വന്നു എന്ന് ചോദിക്കുകയാണ്. അത് വിക്രമാണ് കൊണ്ടുവന്നത്, വേദ പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, വേദമോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിന് വെളിച്ചം പകരുന്നത് അവളായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതപ്പോൾ മാഷ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പുമോളെ ഈ വീട്ടിൽ കൊണ്ടു നിർത്താത്തത് അത് കാരണം കൊണ്ടല്ലല്ലോ, അവളുടെ അച്ഛൻ ചൊവ്വില്ലാത്തത് കൊണ്ടല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും അപ്പുമോൾ ഓടി വരികയാണ്. മോൾ ഓടി വന്നിട്ട് അച്ചാച്ചൻ്റെ മേത്തേക്ക് കയറുകയാണ് കേട്ടോ. എന്നിട്ട് എടുത്തുങ്ങാട്ട് അവിടെ ഇരിക്കാൻ കേട്ടോ. അയ്യോ, അപ്പം മോൾ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അച്ചാച്ചൻ എനിക്ക് എന്താ കൊണ്ടുവന്ന് എന്ന് ചോദിക്കട്ടോ. അയ്യോ, അച്ചാച്ചനെ ഒന്നും കൊണ്ടുവന്നില്ല മോളെ, എന്നെ വിളിക്കായിരുന്നില്ലേ കമലെ മോൾ വന്നത് പറയാനായിട്ട്, എത്ര തവണ വിളിച്ചെന്നോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അപ്പം മോൾ വന്നപ്പോൾ ചോദിച്ചതല്ലേ, ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ പുറത്തേക്ക്. ഈ സമയം ശ്രീജ പറയുന്നുണ്ട്, അപ്പുമോളെ കാണുമ്പോൾ അച്ഛൻ്റെ സ്വഭാവം തന്നെ മാറുകയാണല്ലേ അമ്മയെന്ന് ചോദിക്കുന്നത്. ആണോ, പുതിയൊരു മനുഷ്യനെ കണ്ട പോലെ. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല, കാരണം എനിക്കറിയാം ഈ മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കമലാമ്മ. പിന്നീട് കളിപ്പാട്ടത്തിന് ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കേട്ടോ. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കി തായോ എന്ന് പറയും. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ആരാ കൊച്ചുങ്ങളുള്ളത് നിങ്ങളുടെ വീട്ടിൽ? വിശ്വൻ്റെ മോള് എന്ന് പറയും കേട്ടോ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അതിന് വിശ്വൻ്റെ മോള് വിശ്വം പണിയെടുക്കാത്തതുകൊണ്ട് ശ്രീജയുടെ വീട്ടിൽ തന്നെയല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മാഷ് ചോദിക്കും, അതറിയാലോ, പിന്നെ ഇതിനാണ് താനത് ചോദിക്കുന്നത്? തൻ്റെ മരുമോളും മോനെയും കൂട്ടി വീട്ടിൽ ചെന്ന് നിൽക്കുന്നത് എനിക്കറിയാം, പക്ഷേ എന്നിട്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നില്ലല്ലോ, അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ച് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് മാഷ് കളിപ്പാട്ടം കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് സൈക്കിൾ എടുത്ത് പോകുന്ന വഴിക്ക് പെട്ടെന്നാണ് ഒരു ഓട്ടോ വന്നിട്ട് മാഷ് ഇടിച്ച് വീഴ്ത്തുന്നത്. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഓടിക്കൂടാണ് കേട്ടോ. അപ്പോൾ ഓടിക്കൂടുന്നതിൻ്റെ ഇടയിൽ ആൾക്കാർ പറയുന്നുണ്ട്, ആ ഓട്ടോ നിർത്താതെ പോയി ശരിക്കും കരുതിക്കൂട്ടി ഇടിച്ചിട്ടതാണെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ. ഇതേ സമയം ശ്രീജ മോൾക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. ഈ സമയത്ത് കമലാമ്മ പറയുന്നുണ്ട്, എന്തായാലും മോൾ ഇങ്ങോട്ട് വന്നല്ലോ, എത്ര നാളായി വെക്കേഷനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നു എന്നൊക്കെ പറയും. അപ്പോഴേക്കും നന്ദിനി പറയും, അതെ, ഇതൊക്കെ ശ്രീജേടത്തിൻ്റെ വാശിയാണ്. ഇത്രയും ആൾക്കാർക്ക് ചിലവിന് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് അത്ര ചിലവൊന്നാവില്ല. ഇത് ചിലവിന് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്, കുട്ടിക്ക് അത്രയും ചിലവാകുന്നുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമല്ല ശ്രീജെ. അതിൻ്റെ അച്ഛൻ നന്നാവണം, എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും നന്ദിനി പറഞ്ഞു, ഇതിപ്പോൾ ഇവിടെ ചില ആൾക്കാർക്ക് അവരുടെ മേന്മ കാണിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ വേദന. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, അതെ, ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മൊന്നും കൊച്ചിനറിയില്ല, അതുകൊണ്ട് കൊച്ചിന് മുന്നിൽ വെച്ച് ഇതൊന്നും പറയരുത് കേട്ടോ എന്ന് പറയും. അപ്പോൾ മോള് ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞായ്മ എന്ന് പറഞ്ഞാൽ എന്താണ് നന്ദിനി ചെറിയമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, ഈ ആളോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ വേദന ചൂണ്ടിക്കാണിച്ചിട്ട്. എന്താ വേദ ചെറിയമ്മ കുഞ്ഞായ്മ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന സമയത്ത് വിശ്വം വരികയാണ്. വിശ്വനെ കാണുമ്പോൾ വിശ്വം മോളെ കാണുമ്പോൾ പെട്ടെന്ന്, അപ്പം മോള് വന്നായിരുന്നോ എന്ന് ചോദിക്കണേ. അച്ഛാ, ഞാൻ വന്നു. അച്ഛൻ എന്താ എനിക്ക് കൊണ്ടുവന്നേ ചോദിക്കട്ടോ. അയ്യോ, മോളുള്ളത് അച്ഛനെ അറിയില്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ ശ്രീജ, അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു മുറി നിറച്ച് സാധനങ്ങൾ കൊണ്ട് വന്നേനെ. അപ്പോൾ കമല പറയും, മോളെ ശ്രീജയെ എന്ന് വിളിക്കാൻ കേട്ടോ. വേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അമ്മയെന്ന് പറയട്ടോ. അപ്പോൾ വിശ്വനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ, തല കുമ്പിട്ട് നിൽക്കുകയാണ്. ഈ സമയം ശ്രീജ കരയാൻ തുടങ്ങുമ്പോൾ വേദ ചോറ് എടുത്തിട്ട് പോകട്ടെ, ഞാൻ കൊടുത്തോളാം മോൾക്ക് ശ്രീജ എടുത്തി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. അപ്പോൾ വിശ്വം വന്നിട്ട് പറയും, ശ്രീജയെ സത്യമായിട്ട് മോള് വന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ശ്രീജ പറയും, നിശ്ചേട്ടാ എൻ്റെ മുന്നിൽ അഭിനയിച്ചോ, പക്ഷേ എൻ്റെ മോളെ മുന്നിൽ അഭിനയിക്കരുതിട്ടാന്ന് പറയട്ടോ. എന്നിട്ട് ഞാൻ അങ്ങനെ അഭിനയിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യത്തോടൊപ്പം വെറുപ്പും കൂടെ തോന്നുകയാണ്. അമ്മ എന്നോട് ക്ഷമിക്കണമേ, അറിയാതെ പറഞ്ഞു പോകുന്നതാണ് വിഷമം കൊണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം പോകും. ഇതേ സമയം മാഷ ഇങ്ങനെ 2-3 ആൾക്കാരെ പിടിച്ച് താങ്ങിക്കൊണ്ട് വരുന്നത് നന്ദിനി കാണാൻ കേട്ടോ. നന്ദിനിയാണെന്നുണ്ടെങ്കിൽ പഴമൊക്കെ തിന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ അയ്യോ അമ്മയെ ഓടി വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്.
അപ്പോഴേക്കും കമലാമ്മയും വിശ്വനും കൂടെ ഓടി വരികയാണ് കേട്ടോ. എന്താ പറ്റി മാഷേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ പറയുകയാണ്, അതെ മാഷി കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് ഇടിച്ചു. ഒറ്റയ്ക്ക് ശരിക്കും അങ്ങോട്ട് കയറി ഇടിക്കുന്നത് ആണ് കണ്ടത്. മനഃപൂർവ്വം ഇടിച്ചതുപോലെ തോന്നി. അങ്ങനെയൊന്നുമില്ല എന്ന് മാഷ് പറയുകയാണേ. അതെ എൻ്റെ സൈക്കിളൊക്കെ കടയുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ടോ ആവശ്യ ഇപ്പോൾ എടുക്കണോ അച്ഛാന്ന് ചോദിക്കട്ടോ. അവർ രാത്രി മുഴുവൻ അവിടെ ഇരുന്നിട്ട് ഇരിക്കണ്ടേ, അത് നീ പോയി എടുത്തിട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അതിന് ശേഷം മോള് വരികയാണ് കേട്ടോ. മോള് വന്നിട്ട് അച്ചാച്ചൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കളിപ്പാട്ടൊക്കെ എടുത്തിട്ട് അച്ചാച്ചന് കൊടുക്കുകയാണ്. അച്ചാച്ചൻ എങ്ങനെയാണ് വീണത് എന്ന് പറയും. മോള് വീഴാറില്ലേ മോളെ എന്ന് ചോദിക്കും കേട്ടോ. ഞാൻ കളിക്കുമ്പോൾ ഒരുപാട് വീഴാറുണ്ട്. മുത്തശ്ശന് ഒരു പച്ചില മരുന്ന് കാലുമ്മൽ വെച്ച് തരാറുണ്ട്. ഞാൻ ഒരുപാട് കരയും. അച്ചാച്ചൻ അതുപോലെ വീണതാണ്. അച്ചാച്ചനോട് കളിച്ചിട്ട് വീണതാണോ എന്ന് ചോദിക്കും കേട്ടോ. അച്ചാച്ചൻ വീഴാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി മോളെ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വിശ്വൻ അവിടെ നിന്ന് പോകും കേട്ടോ. വിശ്വൻ പറയും, ഞാൻ സൈക്കിൾ എടുത്തിട്ട് വരാം അച്ഛാ എന്ന് പറഞ്ഞിട്ട് പോകും. മോള് പോയി കളിച്ചോ എന്ന് പറയും. എന്നിട്ട് നന്ദിനി പറഞ്ഞു, അച്ഛാ വേദന ഉണ്ടോ അച്ഛാ? കുഴപ്പമൊന്നുമില്ല, വിനയേട്ടനെ നാളെ വേണമെങ്കിൽ പറമ്പിലേക്ക് പറഞ്ഞേക്കി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ കമലാമ്മ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുമ്പോൾ വേദനയും കൂടെ പിടിക്കാൻ പോകുമ്പോൾ അച്ഛൻ പറയും കേട്ടോ വേണ്ട എന്ന് പറയും. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഒരു മിനിറ്റ് എന്ന് പറയട്ടെ. എന്താ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വേദ, അതെ അവർ പറഞ്ഞത് സത്യമാണോ? ആ വണ്ടി മനഃപൂർവ്വമായിട്ട് വന്നിടിക്കാൻ നോക്കിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്കങ്ങനെ അറിയാം. ഇവിടെ ആരുടെയൊക്കെ നേരെ ആരൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ടെന്നേ ഇതൊക്കെ അറിയാവുന്ന ഒരാൾ വരുമല്ലോ, അയാളോട് ചോദിക്കാനായിട്ട് പറയും കേട്ടോ. പിന്നീട് കാണിക്കുന്ന നന്ദിനി ഇങ്ങനെ റൂമിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിനായക വന്ന് ചോദിക്കുക, എന്താ നീ ചിരിക്കുന്നത്? അത് എനിക്കൊരു കാര്യം ആലോചിച്ചിട്ട് ചിരി വന്നത്. എന്ത് കാര്യമാണ് എന്നോട് കൂടെ പറയുമെന്ന് പറഞ്ഞിട്ട്. അതെ ഈ പൊട്ടനെ ചേട്ടനെ വേറെ ആരോ ചോദിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. ചേട്ടന് അത് നിങ്ങളുടെ അച്ഛനോട് തമാശ പറയാറില്ലേ എന്ന് പറയട്ടോ. തമാശയെ പഴഞ്ചൊല്ല്. അതെ അതെന്താ ശരിക്കും? അത് പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടീനെ ദൈവം ചതിക്കുന്നു. അത് തന്നെ ഇവിടെ ഇപ്പോൾ അതാ സംഭവിച്ചത്. അതിൻ്റെ കാര്യം എന്താ എന്ന് ചോദിക്കും. അതെ വേദ മോളെ കൂട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേനും നിങ്ങളുടെ അച്ഛൻ വീണില്ലേ? വേദ നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷേ അപ്പോഴേക്കും നിങ്ങളുടെ അച്ഛൻ വീണു എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പൊട്ടൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടാ. നിങ്ങളുടെ അച്ഛൻ വീണപ്പോൾ എല്ലാതും പോയി എന്ന് പറഞ്ഞിട്ടാ. അപ്പോഴേക്കും പെട്ടെന്ന് വിനായകന് ദേഷ്യം വരികയാണ് കേട്ടോ. വിനായകൻ കൈ വീശി ആഞ്ഞ് കവിളത്ത് ഒരൊറ്റ അടി കൊടുക്കുകയാണ് നന്ദിനിക്ക് എന്താ വിനയേട്ടാ, എന്താ എന്നെ അടിച്ചത് എന്ന് ചോദിക്കും കേട്ടോ. അതെ ഇതിൽ 3 കാര്യത്തിനാണ് നിന്നെ അടിച്ചത്. 1, നിൻ്റെ കുശുമ്പിനും കുന്നായ്മയ്ക്കും വേണ്ടി നീ ഒരു കുഞ്ഞിനെ പോലും കരിവാക്കി. പിന്നെ 2ാമത് എൻ്റെ അച്ഛൻ വീണതിൽ നീ സന്തോഷിച്ചു. അതെനിക്ക് സഹിക്കില്ല എന്ന് പറയട്ടെ. അപ്പോൾ മൂന്നാമത്തത് ഇനി മേലിൽ ഇത്ര പഴഞ്ചൊല്ല് നീ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും കേട്ടോ. എന്നിട്ട് വിനായകൻ ഇങ്ങനെ നന്ദിനെ ഉപദേശിച്ച് ഞാനിട്ട് കെടുക്കാൻ കേട്ടോ. അപ്പോൾ നന്ദിനി ഇങ്ങനെ മനസ്സിലാക്കി, ദൈവമേ പഴഞ്ചൊല്ല് പറഞ്ഞത് അബദ്ധമായല്ലോ. വിനായകനാണെങ്കിൽ വേഗം ചെന്ന് കെടുത്തു പറയും, ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്ദിനിയാണെന്നുണ്ടെങ്കിൽ അവസരം കിട്ടിയപ്പോൾ നീർക്കോലിയും തല പൊക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. മനസ്സിലിങ്ങനെ അലക്കും, ദൈവമേ വീണ്ടും പഴഞ്ചൊല്ല്. ഇനി എന്തായാലും പഴഞ്ചൊല്ല് പറയുന്നില്ല എന്ന് നന്ദിനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. പിന്നീട് വേദം മുറ്റത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുമോൾ അവിടേക്ക് വരികയാണ്. എന്നിട്ട് അപ്പുമോൾ ഓടി വന്നിട്ട് ചെറിയമ്മനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കുകയാണ്. ഇതെന്താ ഇത്ര സ്നേഹം എന്ന് ചോദിക്കുകയാണ്. അത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ കുറച്ച് നാളത്തേക്കാണെങ്കിലും അതിനാണ് എന്ന് പറയും കേട്ടോ. അതിനെന്താ സ്ഥിരമായിട്ട് മോളോട് നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ വേദച്ചെറിയമ്മ ചെയ്യുന്നുണ്ട്. അതെന്താ അതിന് വേദച്ചെറിയമ്മ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്തു നോക്കണം എന്ന് പറയും കേട്ടോ. ചെയ്യണം മോള് ചെയ്യണം എന്ന് പറയും കേട്ടോ. അതെന്താ ചെറിയമ്മ അതൊക്കെ പറയാം, അതിന് വേറൊരാളോടും കൂടെ അനുവാദം ചോദിക്കണം. അതാര്? ഡിങ്ക ഭഗവാൻ എന്ന് പറയട്ടെ. ഡിങ്ക ഭഗവാനോ അതാരാണ് എന്ന് പറയുമ്പോൾ വേറെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണം കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.